അങ്ങനെയാണ്, തീരുമാനമെടുക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള സ്ത്രീയാണ്. അത് നടപ്പാക്കുന്നതിലും കർമ്മധീരതയുള്ള സ്ത്രീയാണ് കുന്തി. മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാമത് നിൽക്കേണ്ടത് കുന്തിയാണ്. പക്ഷേ ഒന്നാമത് നിൽക്കുന്നത് ആരാണ്? ദ്രൗപദിയാണ്. പക്ഷേ നിൽക്കേണ്ടത് കുന്തിയാണ്. ദ്രൗപദി കഥാനായികയാണ് എന്ന് വായനക്കാർക്ക് തോന്നൽ വന്നതുകൊണ്ടും നിരൂപകന്മാർ ആ തരത്തിൽ നിരൂപിച്ചത് കൊണ്ടുമാണ് കുന്തിക്ക് 2ാം സ്ഥാനമായി പോയത്. കുന്തിക്ക് 2ാം സ്ഥാനമല്ല, കുന്തിക്ക് 1ാം സ്ഥാനമാണ് യഥാർത്ഥത്തിലുള്ളത്. എന്താണ് അത്രയ്ക്ക് ദുഃഖം നിറഞ്ഞ, ഇത്രയും ദുഃഖഭാരം ചുമന്നിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, ദുഃഖഭാരങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്നോ വീതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ല. അങ്ങനത്തെ ദുഃഖഭാരങ്ങൾ മുഴുവനും സഹിച്ച സ്ത്രീയാണ് കുന്തി. എന്താണ്, ജനിച്ച് ബാല്യം കഴിയുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മമാരെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. വിറ്റതുപോലെയായി, പശുവിനെ വിറ്റ് കളഞ്ഞതുപോലെയാണ്. കുന്തി തന്നെ പറയും, ശ്രീകൃഷ്ണനോട് ചോദിക്കും, എടാ നിൻ്റെ അപ്പൂപ്പൻ, വസുദേവരുടെ അച്ഛൻ ശൂരസേനൻ, നിൻ്റെ അപ്പൂപ്പൻ കുട്ടിക്കാലത്ത് എന്നെ പശുവിനെ വിറ്റതുപോലെയാണ് വിറ്റത്, നിനക്കറിയാമോ? കേൾക്കാത്ത പോലെ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റം കൃഷ്ണനുണ്ട് എന്ന നിലയിലാണ് കുന്തി പറയുന്നത്. ഭഗവാൻ അത് കേൾക്കാത്തതിനങ്ങ് നിന്നു, മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് ഒരു സംഗതി പറഞ്ഞാൽ ആലോചിക്കാതെ കുറിക്കുകൊള്ളുന്ന മറുപടി പറയുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു കഥാപാത്രം കൃഷ്ണനെ പോലെ ലോകസാഹിത്യത്തിൽ തന്നെ കാണില്ല. മഹാഭാരതത്തിലില്ലെന്നുള്ളതിന് വേറെ തർക്കമൊന്നുമില്ല. മിണ്ടിയില്ല, മിണ്ടാതെ നിന്നു. കുന്തി വാദവരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദൗത്യത്തിന് വേണ്ടി വനവാസവും കഴിഞ്ഞ് അജ്ഞാതവാസവും കഴിഞ്ഞ് ദൗത്യത്തിന് വേണ്ടി ചെന്നപ്പോൾ വിതുരരുടെ വീട്ടിലാണ് ഭഗവാൻ താമസിച്ചത് രാത്രിയിൽ. പിറ്റേ ദിവസം ഈ ദൗത്യ നിർവഹണമാണ് രാജസഭ വിളിച്ചു കൂട്ടിയിട്ട്. അപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ മക്കൾക്കൊക്കെ കാട്ടിൽ സുഖമാണോ എന്ന് കുന്തി ചോദിച്ചു. ആ ചോദ്യവും വളരെ അപകടകരമായ ഒരു ചോദ്യമാണ്. കാട്ടിൽ എന്ത് സുഖം? കൊട്ടാരത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന അന്ന് ഭാരതത്തിലെങ്ങും ഇല്ലാതിരുന്ന വിധത്തിൽ വലിയ സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള കൊട്ടാരത്തിൽ ഇപ്പോഴത്തെ വലിയ കെട്ടിടങ്ങളിലൊക്കെ കയറി ചെന്നാലുണ്ടാകുന്ന സ്ഥലജലഭ്രമം ആവിഷ്കരിച്ച് വച്ചിരുന്ന കൊട്ടാരമാണത്. മയൻ്റെ ഈ ശില്പചാതുരി കൊണ്ട് സ്ഥലജലഭ്രമം ഉണ്ടാകത്തക്ക വിധത്തിൽ സൃഷ്ടിച്ചു വെച്ച കൊട്ടാരമാണല്ലോ. ആ കൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ താമസിച്ചിരുന്ന മക്കളെക്കുറിച്ച് കുന്തി ചോദിക്കുകയാണ്, കാട്ടിൽ എൻ്റെ മക്കൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ അതിലൊരു കുത്ത് കൃഷ്ണനുണ്ട്. അപ്പോഴൊന്നും മിണ്ടിയില്ല. കുന്തി സംസാരിച്ച് കത്തി അങ്ങ് കയറിക്കഴിഞ്ഞ് സ്വയം ശാന്തമായി കഴിഞ്ഞാണ് കുന്തിയുടെ ചോദ്യങ്ങൾക്ക്, അതിലെ പല അസുഖകരമായ ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ തൽക്കാലത്തേക്ക് പ്രസക്തിയുള്ള ചോദ്യങ്ങൾക്ക് മാത്രം അദ്ദേഹം മറുപടി പറയുന്നത്. അങ്ങനെ പശുവിനെ വിൽക്കുന്നത് പോലെ നിൻ്റെ അപ്പൂപ്പൻ എന്നെ വിറ്റ് കളഞ്ഞതാണ്, അച്ഛനെന്നല്ല അപ്പോൾ പറയും. അങ്ങനെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ്. പാണ്ഡു വിവാഹം കഴിച്ചു കൊണ്ടുപോയപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം ഭർത്താവിനോടൊത്തെങ്കിലും എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതി. ആ ഭർത്താവ് ശാപത്താൽ മരിച്ചു. എൻ്റേതുപോലെ ദൗർഭാഗ്യകരമായ ഒരു ജീവിതം വേറെ ആർക്കുള്ളു ഗോവിന്ദ എന്ന് ചോദിച്ചു. അപ്പോഴും ഭഗവാനൊന്നും മിണ്ടിയില്ല. ചില കുന്തി ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഭഗവാൻ വിചാരിച്ചാൽ ഇതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരുന്നല്ലോ എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ മിണ്ടായ്മ ഇവിടെ കാരണം. പിന്നെ ഞാൻ വിചാരിച്ചു, മക്കളോടുകൂടി എനിക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. 5 പുത്രന്മാർ, 2 പേരും മാതിരിയുടേതാണെങ്കിലും സ്വന്തം മക്കളെ പോലെ തന്നെ കുന്തി അവരെ കരുതിയിരുന്നത്. 5 പുത്രന്മാർ, ലോകവീരന്മാരായ 5 പുത്രന്മാർ, എന്തും സാധിക്കാൻ കൽപ്പുള്ള, എന്തിനും പോരുന്ന ശക്തിയുള്ള, ബുദ്ധിയുള്ള, കർമ്മപരമുള്ള, കർമ്മശേഷിയുള്ള 5 പുത്രന്മാരുടെ സാഹ്യം എന്ന് വെച്ചാൽ ചുറ്റിനുണ്ടായിരിക്കുക. 5 പുത്രന്മാരോടുകൂടി പണ്ടില്ലാതിരുന്ന കുടുംബസുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കാമല്ലോ എന്ന് കരുതി. അപ്പോഴാണ് അവർ കാനനവാസത്തിന് പോകുന്നത്. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. എൻ്റേത് വളരെ സുഖമുള്ള ജീവിതമല്ലേ കൃഷ്ണ എന്ന് ചോദിച്ചു. അതിനും മറുപടി പറഞ്ഞില്ല. പാഞ്ചാലിക്ക് ഇത്രയും ദുഃഖമില്ല. കാട്ടിൽ ജീവിക്കുകയാണെങ്കിലും ഭർത്താക്കന്മാരുടെ കൂടെയാണ് ജീവിക്കുന്നത്. കുന്തിക്കത് ഉണ്ടായിരുന്നിട്ടില്ല. അതിൻ്റെ ദുഃഖമാണ് ഈ ദൗത്യനിർവഹണത്തിൻ്റെ, ശാന്തി ദൗത്യ നിർവഹണത്തിൻ്റെ
തലേന്ന് രാത്രിയിൽ കൃഷ്ണൻ്റെ നേരെ കുന്തി വച്ച് പെരുക്കിയത്. അതിലെ കുന്തിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ താൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യവും പാണ്ഡവർക്ക് സുഖമാണെന്നുള്ള വസ്തുതയും മാത്രം കുന്തിയോട് കൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ കുന്തി വലിയ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള, വളരെ ധീരയായ, അതീവ കർമ്മശേഷിയുള്ള, യഥാർത്ഥമായ സത്യസന്ധമായ തീരുമാനങ്ങളെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ശരിക്കുള്ള ഒരു മഹാരാജ്ഞി തന്നെയാണ്.